കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല നിമിഷം, ഈ നിറഞ്ഞ ദൈവ സാന്നിധ്യത്തിലേക്ക് എഫദായിൻ ജീസസ് മിനിസ്ട്രീസിൻ്റെ ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് തന്ന ഒരു തിരുവെഴുത്താണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 5-ാമത്തെ അധ്യായം, അതിൻ്റെ 1, 2 തിരുവചനങ്ങൾ, 1, 2, 3 തിരുവചനങ്ങൾ. ആമേൻ. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തുറന്നു തന്ന തിരുവെഴുത്താണ്. ഞാൻ ആ ചിന്തയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും വിശുദ്ധ തിരുവെഴുത്ത് തുറക്കുക. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം എടുക്കുക. അതിൻ്റെ 5-ാമത്തെ അധ്യായം നിങ്ങൾ എടുക്കുക. അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ എടുത്ത ആർക്കെങ്കിലും ഒരാൾക്ക് വ്യക്തതയോടെ ശബ്ദമുയർത്തി വായിക്കാം. എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീരയോട് കൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കു മുൻപേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് താങ്ക് യു സോ മച്ച്. മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ഇതിനകത്തുനിന്ന് ഒരൊറ്റ വാക്ക് മാത്രമേ ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ. നമ്മൾ അപ്പോസ്തലന്മാർക്ക് എത്ര കൊടുത്തെന്നോ, നിലം വിറ്റിട്ട് അതിൻ്റെ ഒരു ഓഹരി കൊണ്ട് കൊടുത്തോ എന്നോ, ഇതൊന്നും അല്ല ഇന്നത്തെ ഇവിടുത്തെ ചിന്ത. ഇന്നത്തെ ഇവിടുത്തെ ചിന്ത സാത്താൻ കൈവശമാക്കുന്ന ഹൃദയം. അതിൻ്റെ പല സാധ്യതകളിൽ ഒന്നാണ് നമ്മളിവിടെ വായിച്ചത്. അതുകൊണ്ട് എന്നെ കർത്താവ് ഇന്ന് വിരൽ ചൂണ്ടിക്കാണിച്ച ഒരു ഭാഗമാണ് സാത്താൻ കൈവശമാക്കുന്ന ഹൃദയം. എന്തിനെൻ്റെ പ്രെയർ റൂമിൽ സാത്താൻ കൈവശമാക്കുന്ന ഹൃദയത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടി. ഞാൻ ആ തിരുവെഴുത്തെടുത്ത സമയത്ത് ഞാൻ ജനത്തിനു വേണ്ടി കർത്താവ് ഈ തിരുവെഴുത്ത് തന്നല്ലോ എന്ന് ഞാൻ വാഴ്ത്തി സ്തുതിച്ചതോടൊപ്പം തന്നെ ഞാൻ എന്നെക്കുറിച്ച് ഓർത്തും ദൈവസന്നിധിയിൽ സ്തുതിച്ചു. കാരണം ഈ തിരുവെഴുത്ത് വായിക്കുമ്പോൾ എനിക്ക് എന്നെ ഒന്നും കൂടെ ഒന്ന് വിശുദ്ധീകരിക്കാനും എനിക്ക് എന്നെ ഒന്നും കൂടെ ഒന്ന് കെയർ ചെയ്യാനും സാധിക്കുമല്ലോ. ഹല്ലേലൂയ. തിരുവെഴുത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അത് എടുത്തു വായിക്കുന്നവനോടും വായിച്ച് കേൾപ്പിക്കുന്നവനോടും ഒരുപോലെ സംസാരിക്കുന്ന ഒരു പുസ്തകമാണ് ദൈവത്തിൻ്റെ തിരുവചനം. ഈ ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടിയത് സാത്താൻ കൈവശമാക്കുന്ന ഹൃദയമാണ്. സാത്താന് കൈവശമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുതലാണ് ഒരുവന്റെ ഹൃദയം. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് നേരെയാണ് സാത്താന്റെ നോട്ടം. കാരണം ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലാണ്. ദൈവം സംസാരിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തോടാണ്. ദൈവം എന്തേലും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അവന്റെ ഹൃദയത്തിനകത്താണ്. ദൈവം തൻ്റെ നിക്ഷേപങ്ങൾ നിറയ്ക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു വേൾഡ് ബാങ്ക് ആണ് ഒരു മനുഷ്യന്റെ ഹൃദയം. ഒരു മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അനേക അമൂല്യ വസ്തുക്കളെ കൊണ്ട്, വിലപിടിപ്പുള്ള വസ്തുക്കളെ കൊണ്ട്, സമ്പത്ത് കൊണ്ട് ദൈവം നിറച്ചിരിക്കുന്ന ഒരു വേൾഡ് ബാങ്ക് ആണ് മനുഷ്യന്റെ ഹൃദയം. ഹല്ലേലൂയ. ഞാൻ പറയും, ഒരു മനുഷ്യന്റെ കിഡ്നിക്ക് വില കൊടുത്തു വാങ്ങാൻ കഴിയും. ആ വിലയോ അതിൻ്റെ 100 ഇരട്ടി വിലയോ കൊടുത്താലും ഒരു മനുഷ്യന്റെ ഹൃദയം വാങ്ങാൻ പറ്റത്തില്ല. ഒരു മനുഷ്യന്റെ ലിവറിന്റെ ഒരംശം മുറിച്ചെടുത്ത് തുന്നിച്ചേർക്കാൻ കൊടുക്കുന്ന വിലയുടെ 3 ഇരട്ടിയോ 100 ഇരട്ടിയോ കൊടുത്താലും ഈ ഹൃദയം വാങ്ങാൻ പറ്റത്തില്ല. ഈ ഹൃദയം ദൈവം ഒരു മനുഷ്യന് വെച്ചു കൊടുത്തതാണ്. ഈ ഹൃദയത്തിനകത്ത് ആ ദൈവത്തിൻ്റെ ആത്മാവിനെ വസിക്കാൻ തക്കവണ്ണമുള്ള ഒരു സ്ട്രക്ചറിലാണ് അതിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഹൃദയത്തിനകത്ത് ദൈവികമാകുന്ന കാര്യങ്ങൾ നിറയ്ക്കണമെന്ന് ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഹൃദയത്തിന് നേരെയാണ്, കിഡ്നിയിലല്ല, ലിവറിലല്ല, സ്റ്റൊമക്കിലല്ല, ഇൻറ്റസ്റ്റൈനിലല്ല,
വേറെ എവിടെയും അല്ല, ലങ്സിലല്ല. സാത്താൻ്റെ നോട്ടം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിലും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ എന്തെങ്കിലുമൊക്കെ ഒരു നിറവ് സംഭവിക്കണമെങ്കിലും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിലേക്കൊക്കെ ഒന്ന് കർത്താവ് വരണമെങ്കിലും ഒരുങ്ങേണ്ടത് വീടല്ല, നിങ്ങളുടെ ഹൃദയമാകൊണ്ട്. സാത്താൻ ഇന്ന് ലോകവ്യാപകമായി ഊടാടി ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഏതൊക്കെ ഹൃദയങ്ങളെ, ചെറുതും വലുതുമായ ഏതൊക്കെ ഹൃദയങ്ങളെ കൈക്കലാക്കാൻ കഴിയും എന്ന് അവൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ തിരുവെഴുത്ത് കേട്ടോണ്ടിരിക്കുന്ന ചിലരുടെ ഹൃദയത്തിന് ചുറ്റും ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് വലയം ചെയ്യുമെന്ന്, ഇന്ന് ഈ തിരുവെഴുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരെയും പരിശുദ്ധാത്മാവ് മുദ്രയിടുമെന്ന്, ഇന്ന് ഈ തിരുവെഴുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ഹൃദയങ്ങളെയൊക്കെ സാത്താന്റെ കരത്തിൽ നിന്ന് ഈ മെസ്സേജ് തീരുന്നതിന് മുൻപേ ദൈവത്തിന്റെ ആത്മാവ് പിടിച്ചെടുക്കുമെന്ന്, ഇന്ന് ഈ തിരുവെഴുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെ ഹൃദയങ്ങളെയും എൻ്റെ ദൈവം ശുദ്ധീകരിക്കുമെന്ന്, പുതിയൊരു പ്രകാശവും പുതിയൊരു കൃപയും പുതിയൊരു വരവും പുതിയൊരു അഭിഷേകവും ആ ഹൃദയത്തിനകത്ത് പകരുമെന്ന് ഞാൻ ദൈവാത്മാവിൽ ഡിക്ലെയർ ചെയ്യുന്നു. In the name of Jesus. Amen. കാരണം ദൈവം ഒരു മനുഷ്യന് കാഴ്ച കൊടുത്തിരിക്കുന്നത് ഹൃദയത്തിനാണ്. ഞാൻ നല്ല പ്യോർ ജ്യൂസ് കുടിച്ച് എൻ്റെ ലിവറിനെ 100 വെച്ച് കണ്ടീഷൻ ചെയ്ത് വെച്ചാൽ ഇനി കർത്താവിനെ കാണാനൊക്കെയല്ല എന്ന് പറഞ്ഞ് ലിവർ അടിച്ചു പോട്ടെ എന്നല്ല. ഞാൻ എൻ്റെ കിഡ്നി ശുദ്ധീകരിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിപ്പോഴും നല്ല പയർമണി പോലെ ഇരിക്കുന്ന സാധനം നല്ല പയർമണി പോലെ ഞാൻ ആക്കി വെച്ചാൽ, എൻ്റെ ഏജിനേക്കാൾ ഒരു 10 വയസ്സ് ഞാൻ ചെറുപ്പമാക്കി എൻ്റെ കിഡ്നിയെ വെച്ചാലും എനിക്ക് കർത്താവിനെ കാണാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് കിഡ്നി എടുത്ത് കളഞ്ഞിട്ട് ജീവിക്കാനല്ല. ദൈവം കാഴ്ച കൊടുത്തിരിക്കുന്നത് ഹൃദയത്തിനാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അവർ ദൈവത്തെ കാണും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഹൃദയത്തിന്റെ പല പ്രത്യേകതകളിൽ ഒന്നാണ് ദൈവത്തെ കാണാൻ കഴിയുക. ദൈവത്തെ കാണത്തക്ക വണ്ണമുള്ള ഒരു കാഴ്ച ശക്തി, തിമിരം ബാധിക്കാത്ത ഒരു കാഴ്ച, ഗ്ലോക്കോമ ബാധിക്കാത്ത ഒരു കാഴ്ച, കുരുട് ബാധിക്കാത്ത ഒരു കാഴ്ച, അന്ധത പിടിക്കാത്ത ഒരു കാഴ്ച, മങ്ങലില്ലാത്ത ഒരു കാഴ്ച ഒരു ഹൃദയത്തിനുണ്ടെങ്കിൽ അവനെ ദൈവം പ്രവാചകനാക്കി എഴുന്നേൽപ്പിക്കും. അവനെ ദൈവം പ്രവാചകനാക്കി എഴുന്നേൽപ്പിക്കും. അവനെ ദൈവം വെളിപ്പാടുള്ളവനാക്കി എഴുന്നേൽപ്പിക്കും. അവനെ ദൈവം അതിശക്തനായ ഒരു ശുശ്രൂഷകനാക്കി പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കും. കാര്യം എന്നാ, നിങ്ങൾ ഈ നന്നായിട്ട് വാഹനം സൂക്ഷിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നന്നായിട്ട് വാഹനം സൂക്ഷിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അവര് വാഹനം മേടിച്ച് ആരംഭശൂരത്തുള്ള ചിലരുണ്ട്. വാഹനം മേടിച്ച് അവിടെ ഒരാഴ്ച നന്നായിട്ട് കഴുകിയും തുടച്ചും മിനിക്കും പൊടിയും പൊട്ടും തൊടാതെ കുഴിയിലൊന്നും ഇറക്കാണ്ട് മെല്ലെ മെല്ലെ കൊണ്ടൊക്കെ ഇറക്കി പോകും. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ കാളവണ്ടി പോണതിനേക്കാൾ വല്ലാത്ത അവസ്ഥയിലാണ് വണ്ടിയും കൊണ്ട് പോണേ. ഞാൻ ആ കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. വാഹന പ്രേമികളായിട്ടുള്ളവർ, അവർക്ക് ദൈവം ഒരു വാഹനം കൊടുത്താൽ, അല്ലെങ്കിൽ അവരൊരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അവർ എത്ര വർഷം കഴിഞ്ഞാലും അതിനെ അവർ മെയിൻറ്റെയിൻ ചെയ്യും. അവർ കൃത്യമായിട്ട് സർവീസ് ചെയ്യും, കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ശബ്ദങ്ങളുണ്ടെങ്കിൽ അതിനെ ഉടനെ കറക്റ്റ് ചെയ്ത് അതിനെ കണ്ടീഷൻ ആക്കി വെക്കും. ക്രിസ്തീയ ജീവിതത്തിൽ ഹൃദയ ദൃഷ്ടിയെ, നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ സോളിനെ നിങ്ങൾ കണ്ടീഷൻ ചെയ്ത് വെക്കുന്നിടത്താണ് നിങ്ങളുടെ കാഴ്ച മങ്ങാതിരിക്കുന്നത്. നിങ്ങളുടെ കാഴ്ച മങ്ങിപ്പോകുന്നത് ഹൃദയത്തെ കയറ്റാൻ പാടില്ലാത്ത പല ഷെഡുകളിലും കൊണ്ട് കയറ്റുന്നത് കൊണ്ടാണ്. ഹൃദയത്തിൽ കയറ്റാൻ പാടില്ലാത്തവരെയും പാടില്ലാത്തതിനെയും കയറ്റുന്നത് കൊണ്ടാണ്. പൊടി ഉണ്ടെന്ന് കണ്ടാൽ തുടയ്ക്കുന്ന, മങ്ങലുണ്ടെന്ന് കണ്ടാൽ വാഷ് ചെയ്യുന്ന, ശബ്ദമുണ്ടെന്ന് കണ്ടാൽ കറക്റ്റ് ചെയ്യുന്ന ഒരു വാഹന പ്രേമിയെ പോലെ നീ ഒരു ആത്മപ്രേമിയായി മാറിയാൽ, നീ ഒരു ദൈവപ്രേമിയായി മാറിയാൽ, നീ ഒരു സ്വർഗത്തോട് പ്രണയമുള്ള ഒരു വ്യക്തിയായി മാറിയാൽ
നിന്റെ അകത്ത് എന്തെങ്കിലും വേണ്ടാത്തത് മുറുമുറുക്കുമ്പോഴോ, വേണ്ടാത്തത് ചിലമ്പുമ്പോഴോ, വേണ്ടാത്തത് സംസാരിക്കുമ്പോഴോ, വേണ്ടാത്തത് കയറുമ്പോഴോ നിനക്കതിനകത്തൊരു പിടികിട്ടും. എന്തോ എൻ്റെ ആത്മീയ ജീവിതത്തെയോ, എൻ്റെ കുടുംബ ജീവിതത്തെയോ, എൻ്റെ ലൈഫിനെയോ, എൻ്റെ ഹൃദയത്തെയോ, ദൈവത്തെ കാണാനുള്ള എൻ്റെ കാഴ്ചയോ മങ്ങിക്കുന്ന എന്തോ ഇതിനകത്തുണ്ട്. എന്നെ ഒന്ന് ശുദ്ധീകരണത്തിന് വിധേയപ്പെടുത്തേണ്ട സമയമായി. ആമേൻ. അതിനെന്തുവാ വേണ്ടേ? അതിന് ഡ്രൈവറെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുന്നവരായാൽ പോരാ, വണ്ടി ഓടിക്കുന്നവനാവണം. ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെയാണെന്ന് പിടികിട്ടിയോ? ഡ്രൈവറെ കൊണ്ട് വാഹനം ഓടിപ്പിക്കുന്നവരായാൽ പോരാ, വാഹനം ഓടിക്കുന്നവരാകണം. ഒന്ന് ലളിതമായി പറഞ്ഞാൽ, ഞാൻ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ വില മുടക്കുന്നവനാകണം. അങ്ങനെ വില മുടക്കിയത് കൊണ്ടാണോ, അങ്ങനെ ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാണോ, എങ്ങനെ വേണേലും പറയാം, അനന്യാസും സഫീറയും അവരുടെ നിലം വിറ്റുപോകാതെ കിടന്നൊരു നിലമായിരിക്കാം, കേസിൽ കിടന്നൊരു നിലമായിരിക്കാം, ഞാനങ്ങ് പറയുക, ആരും വന്ന് എടുക്കാത്തൊരു നിലമായിരിക്കാം, പലരും വന്ന് കണ്ട അവസാനം ഈ സാധനം ഇനി വിറ്റൊന്നും പോകാൻ പോകുന്നില്ലെന്ന് ഇവർ വിധി എഴുതിയ നിലമായിരിക്കാം. പക്ഷെ സംഗതി വിറ്റു. എന്തുവാ? സംഗതി വിറ്റു. ഇവരാരുടെ കൂടെ നിന്നവരാ? ഇവർ പത്രോസിന്റെ കൂടെ ഉണ്ട്, ആ ഗ്യാങ്ങിനകത്തുള്ളവരാ. ഇവരെങ്ങനെ നിന്നവരാ? ഇവർ ദൈവവിശ്വാസികളായിട്ട് നിന്നവരാ, ദൈവസ്നേഹിയായിട്ട് നിന്നവരാ. അപ്പൊ ഈ നിലത്തിന് വേണ്ടി പലരും പ്രാർത്ഥിച്ചു കാണും, ഈ നിലത്തിന് വേണ്ടി ഇവർ ഉപവസിച്ച് കാണും, ഇവർ ഈ നിലത്തെ ഇവർ പ്രവചന ശബ്ദങ്ങളൊക്കെ ഇട്ട് കാണും. സംഗതി വിറ്റുപോകാതെ കിടന്നോ അതോ ആർക്കും വേണ്ടാണ്ട് കിടന്നോ, സാധനം എന്തായാലും വിറ്റുപോയി. വിറ്റുപോയപ്പോൾ എന്തോ ചെയ്തു? വിറ്റുപോയപ്പോൾ സാധാരണ വിശ്വാസത്തിൽ വെള്ളം ചേർക്കുന്ന ഒരു വ്യക്തിയായി മാറി. കാര്യം എന്നാ? വിൽക്കുന്നതിന് മുന്നേ ദൈവസന്നിധിയിൽ ഭയങ്കര നേർച്ചയും കാര്യമൊക്കെ നേർന്നു. പക്ഷെ വിറ്റ് കഴിഞ്ഞപ്പോൾ ശരിയായ സ്വഭാവം വെളിയിൽ വന്നു. ഞാൻ അതങ്ങനെ അങ്ങ് വിടുക. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചിന്ത, എന്നെ ഇന്ന് ദൈവം വിരൽ ചൂണ്ടിയത് ഹൃദയത്തെ കൈവശമാക്കുന്ന സാത്താൻ. ഹൃദയത്തെ സാത്താൻ കൈവശമാക്കുന്ന രീതി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പം അതുകൊണ്ട് എനിക്കിന്ന് ഓടിച്ചിട്ട് തീർക്കാൻ ഈ മെസ്സേജ് എങ്ങനെയെങ്കിലും ഒന്ന് ഇടിച്ച് നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്പസമയം മുൻപോട്ട് പോയാലേ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ മെസ്സേജ് നിർത്തുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൃദയത്തിലേക്ക് സാത്താൻ കയറിയത് നിലം വിറ്റതിന് ശേഷമാണെന്നാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ ഇതേ ബൈബിൾ സാത്താൻ ഹൃദയത്തെ കൈവശമാക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഞാനൊന്നുകൂടെ പറയാം. നമ്മൾ ഈ വായിച്ച ഭാഗത്തിനകത്ത് ഹൃദയത്തെ കൈവശമാക്കിയ സമയത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഹൃദയത്തെ കൈവശമാക്കിയ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്നത്. എന്നാൽ ഇതേ ബൈബിളിൽ തന്നെ സാത്താൻ ഒരുവന്റെ ഹൃദയത്തെ കൈവശമാക്കാൻ ഉദ്ദേശിക്കുന്ന സമയം എപ്പോൾ മുതൽ അതാരംഭിക്കുന്നു എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഇപ്പൊ വായിച്ച 5-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, ഭാര്യയുടെ അറിവോടെ കുറെ എടുത്തുവെച്ച് ഒരംശം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാലിൽ വെച്ചു. ഈ ഹൃദയത്തിൻ്റെ അകത്ത് സാത്താൻ തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തിയായിട്ട് വെളിപ്പെടും. ഹൃദയത്തിൻ്റെ അകത്ത് സാത്താൻ തോന്നിക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തിയായിട്ട് വെളിപ്പെടും. ദൈവം ഒരു വ്യക്തിയെ വിധിക്കുന്നത്, കർത്താവ് ഒരു വ്യക്തിയെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, കർത്താവ് ഒരു വ്യക്തിയെ ലീഗലി പണിഷ് ചെയ്യുന്നത് അവൻ്റെ ചിന്തയിൽ നിന്നും ഉളവാകുന്ന പ്രവൃത്തിയെ നോക്കിയാണ്. മനുഷ്യന്റെ പ്രവൃത്തികളെ തൂക്കി നോക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശുദ്ധ ബൈബിൾ പഠിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മുടെ തന്നെ ഹൃദയങ്ങളിൽ പല തെറ്റായ ചിന്തകൾ വരാറുണ്ട്, പല തെറ്റായ വികാരങ്ങൾ വരാറുണ്ട്. നമ്മൾ എന്തോ ചെയ്യും? ദൈവകൃപയിൽ നിൽക്കുന്ന നമ്മളത് അവിടെ വെച്ച് തന്നെ സാനിറ്റൈസ് ചെയ്ത് അതിനെ അങ്ങ് നശിപ്പിച്ചു കളയും. ശരിയല്ലേ? നമ്മൾ അതിനെ പ്രവൃത്തിയിൽ കൊണ്ടുവരാറില്ല. ഒരു ശരിയായ ഒരു ഹോളി സ്പിരിറ്റ് ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി
പരിശുദ്ധാത്മ നിയോഗത്തോടെയും നിയന്ത്രണത്തിലും നിൽക്കുന്ന ഒരു വ്യക്തി, അവന്റെ ഹൃദയത്തിനകത്ത് സാത്താൻ പ്രവർത്തിക്കാൻ വരത്തില്ലെന്നല്ല, അവന്റെ മനസ്സിനെ സാത്താൻ കൈവശപ്പെടുത്താൻ ശ്രമിക്കത്തില്ലെന്നല്ല, അവനെ സാത്താൻ യൂസ് ചെയ്യാൻ നോക്കത്തില്ലെന്നല്ല. അത് അവിടുന്ന് ഇങ്ങനെ മെല്ലെ പൊങ്ങി വരുമ്പോ തന്നെ അവിടെ വെച്ച് തന്നെ സാനിറ്റൈസ് ചെയ്ത് ആ സാധനത്തിന് അവിടെ വെച്ച് നശിപ്പിച്ചു കളയണം. അങ്ങനെയുള്ളവനെ ദൈവം കൂടുതൽ സ്നേഹിക്കുന്നു. എന്നാൽ ഇവിടുന്ന് പൊങ്ങി വരുന്ന വികാരം, അതിവിടെ ഈ തിരുവെഴുത്തിന്റെ പശ്ചാത്തലത്തിൽ ദൈവനാമത്തിന് വരേണ്ട ടൈത്തിനെയോ ഓഫറിങ്ങിനെയോ ഡൊണേഷനെയോ നേർച്ചയെയോ എന്തിനെയോ ആണെങ്കിലും അതിനെയാണ് സാത്താൻ പിടിച്ചു വെക്ക എന്ന് പറഞ്ഞത്. എന്നിട്ടോ ഒരംശം കൊണ്ട് ശാപം വീഴാതിരിക്കാൻ, പിണക്കം വരാതിരിക്കാൻ കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽ കീഴിൽ വെക്ക് എന്ന് പറഞ്ഞതും സാത്താനാണ്. അപ്പൊ ദൈവനാമത്തിന് വേണ്ടി നീ കൊടുത്തു എന്ന് നിന്നെ ബോധ്യപ്പെടുത്തുകയും എന്നാൽ നിന്നെ കൊണ്ട് തെറ്റായ ഒരു പ്രവൃത്തി ചെയ്യിക്കുകയും ചെയ്തിട്ട് ഹൃദയത്തെ മൊത്തമായി ഇരുട്ടുബാധിച്ച ഒരു വ്യക്തിയാക്കി മാറ്റുക, ഇത് സാത്താന്റെ ഒരു തന്ത്രമാണ്. ഞാൻ നിങ്ങളെ എൻ്റെ ആ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക, ഹൃദയത്തെ കൈവശമാക്കുന്ന രീതി. അപ്പോ സാത്താൻ തോന്നിപ്പിക്കുന്ന ഒരു ചിന്തയെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന അവന്റെ ഒരു മാസ്റ്റർ പ്ലാനിനെ തിരിച്ചറിയാൻ അനന്യാസിനും സഫീറയ്ക്കും കഴിയാതെ ഇരുന്നപ്പോൾ ശരിയായ ഹോളി സ്പിരിറ്റിന്റെ ലീഡർഷിപ്പിൽ നിന്ന് പത്രോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞുടാ, എൻ്റെ ആത്മാവിൽ നിന്നവരായിവര്, എൻ്റെ കൃപയിൽ നിന്നവരായിവര്, എൻ്റെ വേലയിൽ നിന്നവരായിവര്, എന്നിൽ നിന്ന് പെയ്തതിനെ ആസ്വദിച്ചവരായിവര്. പക്ഷെ ഇപ്പോൾ ഇവരെ ലീഡ് ചെയ്യുന്നത് ഞാനല്ല, ഇപ്പോൾ ഇവരെ ലീഡ് ചെയ്യുന്നത് ഞാനല്ല. ഇത് വളരെ വേദനയോടെ പരിശുദ്ധാത്മാവ് പത്രോസിനോട് അറിയിച്ച ഒരു ദൈവിക ആശയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യം നോക്ക്. അപ്പോൾ പത്രോസ്, അനന്യാസേ, പത്രോസ് ഇവിടെ ചോദിച്ചത്, നീ എന്താടാ കൃത്യമായിട്ട് എനിക്ക് ടൈത്ത് തരാത്തത് എന്നാണോ ചോദിച്ചേ? നീ എന്താടാ കൃത്യമായിട്ട് വിറ്റതിന്റെ ഇത്ര ഓഹരി എൻ്റെ മുമ്പിൽ കൊണ്ടുവരാത്തതെന്നാണോ ചോദിച്ചേ? അപ്പൊ പത്രോസിന്റെ നോട്ടം പണത്തിലല്ല. പണത്തെ നോക്കാത്ത എത്ര പേരുണ്ട് ഇതിനകത്ത്? പണത്തിൽ നോക്കാത്ത എത്ര പേരുണ്ട്? ആമേൻ. ഞാൻ നിങ്ങളുടെ കൂടെ പെടും കേട്ടോ. എന്ന് പറഞ്ഞാൽ എനിക്ക് പണം വേണ്ടെന്നല്ല, പണം വേണം, പക്ഷെ പണത്തെ നോക്കിയുള്ള മിനിസ്ട്രി അല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഞാനിവിടെ സ്തോത്രകാഴ്ചയെക്കുറിച്ചുള്ള പ്രസംഗമല്ല. ചിലർ അങ്ങനെയൊക്കെ ധരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെ ഒന്ന് തിരുത്താനും കൂടെ ഞാൻ ആ വാക്ക് പറയും. സ്തോത്രകാഴ്ചയെക്കുറിച്ചുള്ളൊരു പ്രസംഗമേ അല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രസംഗം ഇനി കേൾക്കാനും പറ്റത്തില്ല. ഇത് ശ്രദ്ധിച്ച് കേട്ടോ, എവിടെയാ കൊണ്ടുപോകുന്നതെന്ന് കേട്ടോ. ഹല്ലേലൂയ. ഈ ചിലർ ഈ നമ്മുടെ തമ്പിനയിലൊക്കെ കണ്ടിട്ട് മെസ്സേജ് ഒന്ന് പ്ലേ ചെയ്ത് പോലും നോക്കാതെ വിളിച്ചിട്ട് വേണ്ടാതീനം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ നല്ലൊരു ലിസണർ ആവുക ആദ്യം, എന്നാലേ നല്ലൊരു ദൈവവേദലാവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കേട്ടോ, ഇത് സ്തോത്രകാഴ്ചയുടെ മെസ്സേജ് അല്ല കേട്ടോ. സ്തോത്രകാഴ്ചയൊക്കെ കർത്താവ് കരുതുന്ന കേസുകളാണ്. ഇത് വേറെ വലിയ കാര്യമായി പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ പത്രോസിന്റെ നോട്ടം പണത്തിലല്ല. പുള്ളി സഞ്ചി എടുത്ത് വെച്ചിരുന്നോ അവിടെ? ഇല്ല. പത്രോസ് പട്ടിണി കിടന്നോ അവിടെ? അതും ഇല്ല. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ, ദൈവത്തിന്റെ വേലയിൽ നിന്ന് നീ പട്ടിണി കിടക്കേണ്ടി വരത്തില്ല. അപ്പൊ പണത്തിലെ നോട്ടം അല്ല ഇവിടെ. പിന്നെ ഈ പുള്ളിക്കാരി ഒന്ന് സ്ഥലം വിറ്റെങ്കിൽ നമുക്ക് ഇത്ര രൂപ ഇങ്ങ് ചോദിക്കായിരുന്നു, ആ പരിപാടിയാണോ ഇത്? ഇത് ആ പരിപാടിയല്ല. കാരണം പരിശുദ്ധാത്മാവ് പണത്തെക്കുറിച്ചല്ല പറഞ്ഞേ എന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് പണത്തെക്കുറിച്ച് പറയുന്ന ആളല്ല എന്നൊന്ന് പറഞ്ഞേ. അല്ല എന്നാ കേട്ടോ. അപ്പോൾ പത്രോസ്, അനന്യാസേ, നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം അപ്പൊ ഇത് എന്റെ വിഷയവുമായിട്ടുള്ള കേസല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ആരെങ്കിലും വിധിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും നീതിയോടെ ദൈവത്തിന്റെ വേലയിൽ നിൽക്കുന്ന ഒരു കർത്തൃദാസനെയോ ഒരു കുടുംബത്തെയോ ഒരു വ്യക്തിയെയോ ഒരു ചർച്ചിനെയോ, എസ്പെഷ്യലി ഹോളി സ്പിരിറ്റിന് സ്പേസ് കൊടുക്കുന്ന ഒരു കൂട്ടായ്മയെ വിധിക്കുകയാണെങ്കിൽ, നമ്മൾ മാർക്കിടാൻ പോവുകയാണെങ്കിൽ, കയറി വലിയ കമന്റ് പാസ്സാക്കാൻ പോവുകയാണെങ്കിൽ, ഒന്നും മനസ്സിലാക്കാതെ ആ വ്യക്തിയെ തേജോവധം ചെയ്യാൻ പോകുവാണെങ്കിൽ, ഇവിടെ പ്രശ്നം ആ ചർച്ചിലെ പാസ്റ്ററോ അല്ലെങ്കിൽ ആ ചർച്ചിലെ ആൻറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ വ്യക്തികളുമായിട്ടുള്ളൊരു വിഷയമല്ല.
ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന വ്യക്തിയുമായിട്ടുള്ള പ്രശ്നമായത്. ഫോർ എക്സാമ്പിൾ ഞാൻ എന്നെ പറഞ്ഞ പ്രശ്നമില്ലല്ലോ. ഈ സ്പേസ്, ഈ എഫദായിൻ ജീസസ് മിനിസ്ട്രീസിന്റെ ഈ ഓൺലൈൻ സ്പേസ് വിസിബിളി നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. കാരണം നിങ്ങൾക്ക് കാണാൻ ഒരാളുണ്ടെങ്കിലേ ഇവിടെ പറയാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് വിസിബിളി എന്നെ കാണാൻ പറ്റും. പക്ഷെ ഇൻവിസിബിളി ഈ മെസ്സേജ് പറയുന്ന, ഈ പ്ലാറ്റ്ഫോമിനെ നിയന്ത്രിക്കുന്ന, ഈ പ്ലാറ്റ്ഫോമിനെ നയിക്കുന്ന, ഈ പ്ലാറ്റ്ഫോമിനകത്ത് എന്ത് സംഭവിക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു അധ്യക്ഷനുണ്ട്. അത് ഹോളി സ്പിരിറ്റ് ആണ്. അപ്പൊ ഇതിനെ നോക്കി എന്തു പറഞ്ഞാലും നിങ്ങൾ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അത് ഞാനുമായി ബന്ധപ്പെടുന്ന കാര്യമേ അല്ല. അതിൻ്റെ മഹത്വം പോകുന്നത് പരിശുദ്ധാത്മാവിനാണ്. അത് കേൾക്കുന്നത് നല്ലതെങ്കിലും തീയതെങ്കിലും അത് പരിശുദ്ധാത്മാവാണ് ആ കാര്യം ഡീൽ ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായി കാണും. അപ്പൊ ഇവിടെ പത്രോസിനെ ഇമോഷണൽ ആക്കിയത്, ഒരു ഇമോഷണലി പത്രോസിനെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത്, പത്രോസിനോട് പരിശുദ്ധാത്മാവ് വിഷമം പറഞ്ഞു. പത്രോസ് പരിശുദ്ധാത്മാവിനോട് വിഷമം പറഞ്ഞു. എന്നും ശ്രദ്ധിക്ക, നമ്മൾ തിരിച്ചല്ലേക്ക് ചിന്തിച്ചുകൊണ്ടിരുന്നേ. ഞാൻ പരിശുദ്ധാത്മാവിനോട് വിഷമം പറയുന്നു, ഞാൻ പരിശുദ്ധാത്മാവിനോട് വേദന പറയുന്നു, ഞാൻ പരിശുദ്ധാത്മാവിനോട് എൻ്റെ ആവശ്യം. മോനെ, തിരിച്ചിങ്ങോട്ടും പറയാൻ കഴിയുന്ന സംസാരശേഷിയുള്ള ഒരു ആത്മാവാകുന്നു പരിശുദ്ധാത്മാവ്. ഹീസ് എ പേഴ്സൺ ലൈക്ക് മീ. എന്നെ പോലെ വികാരങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ് ദൈവത്തിന്റെ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ വന്നൊരു പിച്ചു പിച്ചിയാലും, എന്റെ മോനെ വന്നൊരു പിച്ചു പിച്ചിയാലും ഞങ്ങൾ രണ്ടുപേർക്കും വേദനിക്കും. എന്നെ പോലൊരു വ്യക്തിയാണ് അവനും, അവനെ പോലൊരു വ്യക്തിയാണ് ഞാനും. സ്തോത്രം. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഹീസ് നോട്ട് ജസ്റ്റ് ലൈക്ക് എ റേഡിയോ. ആ സ്പിരിറ്റിനെ സംസാരിക്കാൻ പറ്റും. അപ്പൊ പത്രോസ് പരിശുദ്ധാത്മാവിനെ സേവിച്ചും പത്രോസ് പരിശുദ്ധാത്മാവിന്റെ ലീഡർഷിപ്പിൽ നിന്നതുകൊണ്ടും പത്രോസ് തൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ ജനങ്ങളെയും പരിശുദ്ധാത്മാവിൽ സമർപ്പിച്ച് നിന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും അവിടുത്തെ കുറിച്ചൊരു വിഷമം പരിശുദ്ധാത്മാവ് പത്രോസിന് വെളിപ്പെടുത്തി. ഓ ഹല്ലേലൂയ. ഞാൻ ദൈവാത്മാവിലൊരു കാര്യം പറയാം. നമ്മൾ ഇതിനകത്ത് പേരൻസ് ഉണ്ട്, പാരന്റ് ആകാൻ പോകുന്നവരുണ്ട്, ഇതിനകത്ത് കപ്പിൾസ് ഉണ്ട്, ഇതിനകത്ത് വിവാഹം കഴിക്കാൻ പോകുന്നവരുണ്ട്, വലിയ മക്കളുള്ളവരുടെ എല്ലാവരും ഉണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ആരെ പരിശുദ്ധാത്മാവിൽ സമർപ്പിച്ച് നമ്മളൊരു ജീവിതം മുൻപോട്ട് നയിക്കുവോ ആ വ്യക്തി നമുക്ക് ചെയ്യുന്നത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നമ്മളോട് വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവുണ്ട്. നിങ്ങളൊരു ചർച്ച് നടത്തുകയാണെങ്കിൽ ആ ചർച്ചിനകത്ത് ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനോഭാവത്തെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവാത്മാവുണ്ട്. ഞാൻ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന 200, 250, 300ഓളം ജനത്തെ ഞാൻ ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകുന്നത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അത് തിരിച്ചറിയുന്നു. ഈ കൂട്ടായ്മയോട് അത്രയും സ്നേഹത്തോടെ നിൽക്കുന്ന, സഹകരിക്കുന്ന, ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കുറിച്ച് ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കും. ആമേൻ. നിങ്ങളെ കുറിച്ച് ദൈവം എന്നോട് സംസാരിക്കും. അതെന്തിനാ? പുള്ളി വലിയ പ്രവാചകനാണ് എന്നറിയിക്കാനാണോ? അല്ല, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട്. പത്രോസെ, അനന്യാസും സഫീറയും എന്നെ ഇൻസൾട്ട് ചെയ്തു. നീ എന്നാടാ എന്നെ പറ്റിച്ചെന്നാണോ പത്രോസ് ചോദിച്ചത്? നീ എന്ത് വേലയാടാ നീ എന്നോട് കാണിച്ചേ എന്നാണോ പത്രോസ് ചോദിച്ചത്? അല്ല, പത്രോസിന്റെ നാമധേയം ഇവിടെ ഇല്ല. നിങ്ങളത് ശ്രദ്ധിക്കണേ. പത്രോസിന്റെ നാമധേയമില്ല. നമ്മളൊരു ദൈവസഭയ്ക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോ എന്തുവാടാ നീ കാണിച്ചതെന്ന് ഒരുപക്ഷെ നമ്മൾ ആ സഭയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോടായിരിക്കാൻ ചോദിക്കുന്നത്. പക്ഷേ ആ വ്യക്തി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് പരിശുദ്ധാത്മാവെ ആ കേസ് ഏറ്റെടുക്കത്തുള്ളൂ.
അതാ പത്രോസിന്റെ പേര് ഇവിടെ പറയുന്നില്ല. പത്രോസ് അനന്യാസിനോടും സഫീറയോടും ചോദിക്കുന്നു. പത്രോസ് അനന്യാസിനോടും സഫീറയോടും ചോദിക്കുന്നു, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വയ്പാനും സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയതെന്ത്? അപ്പോ ഈ സഭയോടാണോ വ്യാജം കാണിക്കാൻ, സഭയോട് വ്യാജം കാണിക്കണമെന്ന് പത്രോസ് അനന്യാസിനോടും സഫീറയോടും സാത്താൻ പറഞ്ഞോ? ഒന്ന്. രണ്ട്, പത്രോസിനോട് വ്യാജം കാണിക്കണമെന്ന് അനന്യാസിനോടും സഫീറയോടും സാത്താൻ പറഞ്ഞോ? മൂന്ന്, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കണമെന്ന് അനന്യാസിനോടും സഫീറയോടും പത്രോസ് പറഞ്ഞോ? ഈ മൂന്ന് കാര്യവും സാത്താൻ പറഞ്ഞിട്ടില്ല. ഈ സാത്താൻ അനന്യാസിനോടും സഫീറയോടും ഈ മൂന്ന് കാര്യവും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, നിലത്തിന്റെ വിലയിൽ കുറെ എടുത്ത് മാറ്റുക കേട്ടോ. എന്തിനാ എല്ലാം കൂടെ കൊണ്ട് അവിടെ തട്ടുന്നേ? അവർക്ക് അതിന്റെ ആവശ്യം എന്താ? എന്തിനാ തട്ടുന്നത്? അവർക്ക് കൺവിൻസിങ് ആകുന്ന ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഒരു ചില്ലറ ചിന്ത ഇട്ട് കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിന്റെ നേരെ മഹാവ്യാജം കാണിപ്പാൻ സാത്താൻ ഹൃദയത്തെ യൂസ് ചെയ്തു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ ദൂതനെ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സഭയുടെ വിടുതലിനായി, ഇതിനകത്ത് കാണുന്ന ജനത്തിന്റെ വിടുതലിനായി, അടുത്ത ഒരു മേജർ ഷിഫ്റ്റിലേക്ക് ഈ സഭ മൂവ് ചെയ്യേണ്ടതിനായി, അടുത്തൊരു മേജർ ഗ്ലോറിയസ് മിനിസ്ട്രിയിലേക്ക് ഓരോ വ്യക്തികളും ചുവട് വെക്കേണ്ടതിനായി ഞാൻ ഈ മെസ്സേജിന്റെ പൊരുൾ പരിശുദ്ധാത്മാവിന്റെ അനുവാദത്തോടുകൂടെ ഈ സഭയ്ക്കകത്ത് ചുരുളഴിക്കുകയാണ്. ഇതിനകത്തുള്ള ഒരു വ്യക്തിയെ പോലും തൊടാൻ, ഇതിനകത്ത് ഒരു വ്യക്തിയുടെ ഹൃദയത്തെ പോലും തൊടാൻ ഒരു ചില്ലറ ചിന്ത പോലും കൊണ്ടിട്ടിട്ട് ദൈവ സ്നേഹത്തിൽ നിന്നോ, ദൈവ കൃപയിൽ നിന്നോ, അഭിഷേകത്തിൽ നിന്നോ, ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിന്നോ, ആത്മീയ ജീവിതത്തിൽ നിന്നോ പിന്മാറ്റാൻ കഴിയാത്ത അതിശക്തന്മാരെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ദൈവം ആ പൊരുൾ നമുക്ക് തിരിച്ചു തരികയാണ്. ടൈത്ത് കൊടുക്കണ്ടെന്നും നിലം വിറ്റതിന്റെ ഒരു വിഹിതം കൊടുക്കണ്ടെന്നും, എന്തിനാ നമ്മൾ അവിടെ കൊണ്ട് തട്ടുന്നതെന്നും, എന്തിനാ നമ്മൾ അവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും ഒക്കെ ഉള്ള ചിന്ത, ഒരു നോർമൽ തോട്ട് കൊണ്ട് തലയ്ക്കകത്ത് ഇട്ടിട്ട് അവരൊരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ദൈവത്തോട് ചെയ്യിച്ചേ. ദൈവത്തോട് ചെയ്യുന്നു എന്നൊരു വാക്ക് പോലും സാത്താൻ മിണ്ടിയിട്ടില്ല. കാരണം എന്താ? സാത്താൻ അന്നും ഇന്നും പറയുന്ന ഒരു വേർഡ് ഉണ്ട്. എന്താണെന്ന് അറിയാം? ഐ ആം ദ ഗോഡ്, ഐ ആം ദ ഗോഡ് എന്നാ സാത്താൻ എപ്പോഴും പറയുന്നത്. കാരണം അവൻ അന്നും ഇന്ന് അവന് ദൈവമാവണം. അവൻ അന്നും ഇന്നും അവന് ദൈവമാവണം. പൂച്ചയ്ക്ക് പൂച്ചയല്ല ആവാൻ പറ്റുമോ? സിംഹം ആവാൻ പറ്റുമോ? സ്തോത്രം അല്ലേ? അവൻ അന്നും ഇന്നും ദൈവമാകണം. അവൻ എപ്പോ പുറത്തു വന്നാലും പറയുന്ന കാര്യം ഇതാണ്, ഐ ആം ദ ഗോഡ് എന്നാ പറയുന്നത്. യെസ്, ഒബ്വിയസ്ലി ബൈബിളും പറയുന്നു അവൻ ദൈവമാണ്. പക്ഷേ ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ ദൈവത്തിന് ഈ ലോകത്തിലിട്ട് നിങ്ങളെ നശിപ്പിച്ച് കളയാനേ കഴിയത്തുള്ളൂ. ഈ ലോകത്തിലെ ദൈവത്തിന് ഒരിക്കലും നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാട്ടാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ ദൈവത്തിന് നിങ്ങളെ സത്യം പൊരുൾ തിരിച്ചു തരാൻ കഴിയത്തില്ല, സത്യത്തിൽ നടത്താൻ കഴിയത്തില്ല. ഈ ലോകത്തിന്റെ ദൈവത്തിന് നിങ്ങളെ ഒരിക്കലും ജീവനിലേക്ക് നടത്താൻ കഴിയത്തില്ല. പക്ഷേ സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമാക്കിയിരിക്കുന്ന അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ഒരു മഹാദൈവമുണ്ട്. ആ ദൈവത്തിന് നിങ്ങളെ സത്യത്തിലൂടെ നടത്താൻ കഴിയത്തുള്ളൂ. വ്യാജം ഉപേക്ഷിച്ച് സത്യത്തിലൂടെ നടത്താൻ കഴിയത്തുള്ളൂ, നീതിയിലൂടെ നടത്താൻ കഴിയത്തുള്ളൂ, യാഥാർത്ഥ്യത്തിലൂടെ നടത്താൻ കഴിയത്തുള്ളൂ. അവൻ വന്ന് ഏതൊരു മനുഷ്യനെയും, ചെറിയവനെങ്കിലും വലിയവനെങ്കിലും, പണ്ഡിതനെങ്കിലും പാമരനെങ്കിലും, അവനെ സേവ് ചെയ്ത് അവനെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു മഹാദൈവത്തെ കുറിച്ചാണ് ഇവിടെ പത്രോസ് പറയുന്നത്. അനന്യാസ്, നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചുവോ? അപ്പൊ ഹൃദയത്തെ കൈവശമാക്കുന്ന സാത്താന്റെ ഉദ്ദേശം താങ്കളെ ദൈവത്തിനെ എഗെയിൻസ്റ്റ് ആക്കി നിർത്തുക. ഇവിടെ ഒരു വാക്കുപോലും സാത്താൻ ഉരുവിടുന്നത് കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നതിനേക്കാൾ ഞാൻ അനുഗ്രഹിക്കാമെന്നോ ഇങ്ങനെയൊന്നും സാത്താൻ മിണ്ടുന്നില്ല. സാത്താന് ഹൃദയത്തിൽ ഒരു തോട്ടിടുക, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക. അത് പ്രവൃത്തിയിൽ വന്നാലേ വിധി വെളിപ്പെടത്തുള്ളൂ. അതാ കാര്യം. നിങ്ങളെക്കുറിച്ച് ഒരു ബ്ലാക്ക് മാർക്ക് ദൈവത്തിന്റെ പുസ്തകത്തിൽ വരണം. ഇപ്പം എന്നെക്കുറിച്ച് ഒരു ബ്ലാക്ക് മാർക്ക് ദൈവത്തിന്റെ പുസ്തകത്തിനകത്ത് ദൂതന്മാർ മാർക്ക് ചെയ്യണമെങ്കിൽ ഞാനൊരു ഒഫൻസ്
ചിന്തിച്ചാൽ പോരെ, ചെയ്യണം. ക്ലിയർ? ചിന്തിച്ചാൽ പോരെ, ചെയ്യണം. ഇപ്പോൾ ഒരു വ്യക്തിയുടെ പ്രൊമോഷൻ, ഇവൻ്റെ പ്രൊമോഷൻ എനിക്ക് ഇവൻ പ്രൊമോഷൻ എടുക്കുന്ന എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മേലുദ്യോഗസ്ഥൻ ഇവനെ ഈ മാസം പ്രൊമോഷനിലോട്ട് പോകുന്ന എനിക്കൊന്ന് കാണും, ഇവൻ്റെ ഫയൽ ഞാൻ പൂഴ്ത്തും എന്ന് പറഞ്ഞ് ആ ഫയൽ പൂഴ്ത്തും എന്ന ചിന്ത, തീർച്ചയായിട്ടും ആ ചിന്ത തെറ്റാണ്. എന്നാൽ ആ ചിന്തയ്ക്ക് ലഭിക്കുന്ന പ്രത്യാഘാതത്തെക്കാൾ വലുതാണ് അദ്ദേഹം പൂഴ്ത്തുന്നു എന്ന പ്രവൃത്തിയിലേക്ക് എത്തുന്നത്. മനസ്സിലായോ? ആ വ്യക്തിയുടെ പ്രൊമോഷൻ ഞാൻ തടയും എന്ന ചിന്തയേക്കാൾ തെറ്റാണ് ഇദ്ദേഹം സൈൻ ചെയ്യേണ്ട ഒരു ഘട്ടം വരുമ്പോൾ സൈൻ ചെയ്യാതെ ആ ഫയലിനെടുത്ത് അടിയിലോട്ട് വെച്ച് ആ വ്യക്തിയുടെ പ്രൊമോഷനെ ഡിലേ ചെയ്യിക്കുന്നത്. ഓ ഹല്ലേലൂയ! ഞാൻ ദൈവാത്മാവിൽ ഒരു കാര്യം പറയാം. അപ്പോസ്തലന്മാരുടെ കാൽ കീഴിൽ ന്യായമായിട്ട് വരേണ്ട ആമേൻ ആ ഒരു ദശാംശം അല്ലെങ്കിൽ തുക അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ്, ആ ഒരു നന്മ, ആ ഒരു സമ്പത്ത് വരാത്തതിനെ കുറിച്ച് പത്രോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ് അനന്യാസിനെ വിധിച്ചു എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്തുനിന്നൊരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ എടുക്കുകയാണ്. ന്യായമായിട്ടും നിങ്ങളിലേക്ക് വരേണ്ടത്, ന്യായമായിട്ടും നിങ്ങൾക്ക് ലഭിക്കേണ്ടത്, ന്യായമായിട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട ജോലി, പ്രൊമോഷൻ, സാലറി ഇൻക്രിമെന്റ്, കൃപാവരത്തിന്റെ ശുശ്രൂഷ, നിങ്ങളുടെ മീറ്റിംഗ്സ്, നിങ്ങളുടെ അഭിഷേകം, നിങ്ങളുടെ ഇമ്പാർട്ടേഷൻ, നിങ്ങളുടെ വസ്തു, നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ സന്താനങ്ങൾ, അവരുടെ വിജയം, അവരുടെ ഭാവി, നിങ്ങൾക്ക് വരേണ്ട ഒരു റൈറ്റ് പെയർ, ഇതിനെയൊക്കെ തടയുന്ന ചിലതിനോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഈ ബ്ലെസ്സിങ്സിനെയൊക്കെ തടയുന്നതിനോട് കൽപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഇതിനെയൊക്കെ നിങ്ങളിലേക്ക് വരാതെ വണ്ണം ബ്ലോക്ക് ചെയ്യുന്ന ആ സിസ്റ്റത്തെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ഇന്ന് പകലത് ആർക്കൊക്കെയോ വേണ്ടി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഓ മൈ ഗാഡ്, ഇൻ ജീസസ് നെയിം അത് വെളിപ്പെടുത്തുകയാണ്. ഓ മൈ ജീസസ്! ന്യായമായിട്ട് നിങ്ങളിലേക്ക് വരേണ്ട ഹീലിംഗ്, ന്യായമായിട്ട് നിങ്ങളിലേക്ക് വരേണ്ട ബന്ധങ്ങൾ, ന്യായമായിട്ട് നിങ്ങളിലേക്ക് വരേണ്ട ബ്ലെസ്സിങ്സ്, ന്യായമായിട്ട് നിങ്ങളൊരു വ്യക്തിക്ക് കടം കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരേണ്ട സമ്പത്ത്, ഇതിനെയൊക്കെ തടയുന്ന ചിലതിനോട് സംസാരിക്കുന്ന ദൈവമുണ്ട്. ഇതിനെയൊക്കെ തടയുന്നതിനോട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ദൈവമുണ്ട്. വീട്ടിൽ വെച്ച് ക്യാഷ് എണ്ണീട്ട് നല്ലൊരു പങ്ക് അൽമാരിയിലും ചെറിയൊരു അംശം ഒരു പോക്കറ്റ് കവറിൽ ഇട്ടിട്ട് നേരെ കൊണ്ട് അപ്പോസ്തലന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അനന്യാസും സഫീറയും കണ്ട ദൈവം അല്ലത്, അവർ മനസ്സിലാക്കിയ ദൈവം അല്ലത്. ഹല്ലേലൂയ! ഈ ദൈവം വേറെയാ പ്രിയപ്പെട്ടവരെ. ഈ ദൈവം എനിക്ക് ഇത്ര നിങ്ങളോട് പറയാൻ പറ്റും. ഈ ദൈവം ഇത്ര എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ഈ ദൈവം എന്ന വാക്കിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു ദൈവത്വമുണ്ട്. ആ ദൈവത്വത്തെക്കുറിച്ച് പറയാൻ എൻ്റെ ഈ വാ പോരാ. ഇതിനകത്ത് എനിക്ക് യൂണിവേഴ്സിനെ ഉണ്ടാക്കിയെന്നും ഈ അഖിലാണ്ടത്തെ ചമച്ചു എന്ന് ഇതിനെയൊക്കെ ഉണ്ടാക്കി, ഇതൊക്കെ ലിമിറ്റഡ് ആണ്. എൻ്റെ വായി കൊണ്ട് ഞാൻ പറയുമ്പം ഇതൊക്കെ ലിമിറ്റഡ് ആണ്. നമുക്ക് ഈ പുസ്തകത്തിനകത്ത് അറിയാൻ കഴിയുന്ന ദൈവം നമ്മുടെ ചിന്തയ്ക്കകത്ത് ലിമിറ്റഡ് ആണ്. പക്ഷെ അതിനപ്പുറമാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ! കരങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും, എടാ സാത്താനെ നീ ആള് കൊള്ളാലോടാ, നീ കാശെടുത്ത് മാറ്റി വെക്കെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ചിന്ത പോലും അനന്യാസിന്റെയും ഈ ചിന്ത കൊടുത്തപ്പോൾ അനന്യാസിനെ സഫീറയുടെയും ഹൃദയത്തെ മൂടിയത് നിങ്ങൾ കണ്ടോ? നമ്മളിത് ചെയ്യുന്നത് തെറ്റല്ലേ എന്നൊരു ഗിൽട്ടി ഫീലിംഗ് പോലും അനന്യാസിനെ സഫീറയുടെ ഉള്ളിൽ പൊങ്ങാൻ അനുവദിച്ചില്ലല്ലോടോ താൻ. അപ്പൊ സാത്താൻ മറച്ചിട്ട പരിപാടി ചെയ്യുന്നത് കാര്യം പിടികിട്ടിയോ? നമ്മൾ സാധാരണ തെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ? നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഞാനൊരു ദൈവവിരുദ്ധമായ കാര്യം ചെയ്യുമ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു രീതി വെച്ചിട്ട് അന്നേരം എൻ്റെ ഹൃദയം പിടയും. ആ തെറ്റല്ലേ, അങ്ങനെ ചെയ്യുന്ന തെറ്റല്ലേ, അങ്ങനെ പറയുന്ന തെറ്റല്ലേ, നമ്മൾ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടതല്ലേ, ഇന്നത്തെ ഒരു രീതിക്ക് വരും. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള റൂൾസ് ഒക്കെ വയലേറ്റ് ചെയ്യുന്നത് എനിക്ക് ഒരു ഗിൽട്ടി ഫീലിങ്ങും ഇല്ല. എനിക്ക് എത്രയും പെട്ടെന്ന് അതങ്ങ് ചെയ്താൽ മതി, എനിക്ക് എത്രയും പെട്ടെന്ന് അതങ്ങ് നടത്തിയാൽ മതി. ഇപ്പം ഇവിടെ സംഭവിച്ചേ ഒരു ആത്മാവിൻ്റെ സ്പന്ദനം പൊങ്ങി വരുന്ന
ആത്മാവിൻ്റെ മെസ്സേജുകൾ നമുക്ക് ലഭിക്കുന്ന ചാനൽ, ആ റൂട്ട്, ആ ഒരു കണക്ഷൻ ആദ്യം വിച്ഛേദിച്ചിട്ടാണ് സാത്താൻ ഒരു തോട്ട് നിന്നിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ തലച്ചോറിലേക്ക് അങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന ദൈവം തുറന്നിട്ട ചാനൽ ബ്ലോക്ക് ചെയ്യും. കാര്യം എന്താ? ഇത് തെറ്റാണ്, നീ ഇത് ചെയ്യരുത് എന്ന് സംസാരിക്കുന്ന ശബ്ദം വരുന്ന കണക്ഷൻ കട്ട് ചെയ്യും സാത്താൻ. അല്ലെങ്കിൽ ടെമ്പററിലി അതിനെ ബ്ലോക്ക് ചെയ്തിടും. എന്നിട്ട് ആ തെറ്റ് നിങ്ങളിൽ കൊണ്ട് വലിയ ശബ്ദത്തിൽ നിർത്തും. എന്നിട്ട് അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങനെയാണ് എടി നമുക്ക് കിട്ടിയ ഈ സമ്പത്തിനകത്ത് നമ്മൾ എന്തിനാ ഇതൊക്കെ കൊണ്ട് അവൻ്റെയൊക്കെ കാൽക്കീഴി വെക്കുന്നേ? നമുക്ക് ഇതൊരു പങ്ക് കൊണ്ട് മാറ്റി വെച്ചാൽ നമുക്ക് ഇന്നൊരാവശ്യത്തിന് ഉപയോഗിക്കരുതോ? ചെറിയൊരു അംശം കൊടുക്കുക. നമ്മൾ എന്തായാലും സ്ഥലം വിറ്റുന്ന പുള്ളി അറിഞ്ഞതാ, എന്നാൽ കൊണ്ട് പുള്ളിയുടെ കാൽക്കീഴി വെച്ചേക്കാം എന്ന് പറഞ്ഞ് ചെറിയൊരു എൻവലപ്പിനകത്തിട്ട് പുള്ളിയുടെ കാലി കൊണ്ട് വെച്ച്, പൊന്നു മോനെ, നിന്റെ ചെറിയ എൻവലപ്പം കൊണ്ട് ജീവിക്കുന്ന ദൈവം അല്ലടാ ഇത്, ജീവിക്കുന്ന അപ്പോസ്തലന്മാരല്ല ഇത്. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞു, എടാ പത്രോസേ, അവൻ എന്നോട് വ്യാജം കാണിച്ചടാ, ഞാൻ അവൻ എന്തോരം ഞാൻ അവനെ കൃപകളാൽ നിറച്ചതാ. ഇന്ന് ഞാൻ ഒരു ആത്മാവിലൊരു കാര്യം നിങ്ങളോട് പറയാം. പരിശുദ്ധാത്മാവ്, നിങ്ങൾ ഈ സമ്പത്തിൻ്റെ കാര്യമൊക്കെ അങ്ങ് വിട്, നിങ്ങൾ ഇതൊന്ന് കേൾക്ക്. പരിശുദ്ധാത്മാവ് എന്തെങ്കിലും നമ്മുടെ ഉള്ളിലൊന്ന് നിറച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രതീക്ഷയാണ് കേട്ടോ ദൈവത്തിന്, എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചും കേട്ടോ. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേലെ അത് ഇമ്പാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് ഭയങ്കര പ്രതീക്ഷയാണ് ദൈവത്തിന്. പക്ഷെ നമ്മൾ അതിനെയൊക്കെ അങ്ങോട്ട് ആ റൂൾസ് നമ്മൾ വയലേറ്റ് ചെയ്യുന്ന സമയത്ത് കർത്താവിൻ്റെ ആത്മാവിനുണ്ടാകുന്ന ഒരു പെടച്ചിലുണ്ടല്ലോ, ഭയങ്കര. അതാ വേദനയോട് പത്രോസിനോട് പറഞ്ഞത്. എന്താ പരിശുദ്ധാത്മാവ് അടച്ചു വെക്കാഞ്ഞേ? പത്രോസ് എവിടുന്നും കോരിയെടുത്തതൊന്നും അല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോൾ വായിലത് പറഞ്ഞതാ പത്രോസ്. അല്ല, പത്രോസ് പ്രവചനാത്മാവിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞതൊന്നും അല്ല. മുന്നേ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞോടാ മോനെ, ഇവ മുന്നിൽ കൊണ്ട് വെച്ച ഓഫറിങ്ങിനെ നീ നോക്കണ്ട, അതൊന്നും നീ നോക്കണ്ട. പക്ഷെ ഇവൻ എന്നോട് വ്യാജം കാണിച്ചടാ, ഇവൻ എന്നോട് വ്യാജം കാണിച്ചു. മൈ ഗോഡ്, ഞാനൊരു തീരുമാനം എടുക്കാൻ പോവുക. ഇനി മേലാൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു പണിക്ക് ഞാനില്ല. ഒരു വാക്കെടുത്ത് പറഞ്ഞേ നിങ്ങൾ, ഒരു വാക്ക് നിങ്ങളുടെ വായിലെടുത്ത് പറഞ്ഞേ, ഇനി മേലാൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചുകൊണ്ടോ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചുകൊണ്ടോ ഉള്ള ഒരു പരിപാടിക്ക് ഞാനില്ല, ഒരു സന്തോഷത്തിന് ഞാനില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെല്ലാം ബ്ലോക്ക് ചെയ്തു? ദൈവിക സന്ദേശം വരുന്ന ചാനൽ ബ്ലോക്ക് ചെയ്തു. ഈ വ്യാജം കാണിക്കുന്നെന്ന് പത്രോസ് പറഞ്ഞാലേ അറിയത്തുള്ളൂ. കാണിക്കുന്ന വ്യാജമാണെന്ന് ഈ കാണിക്കുന്നവർക്ക് അറിയത്തില്ലേ? ഈ നീ ചെയ്ത തെറ്റായി പോയടാ, തെറ്റെന്ന് ഒരാൾ വിലക്കിയാലേ അറിയത്തുള്ളൂ. ചെയ്യാൻ പോകുന്ന തെറ്റാണെന്ന് ചെയ്യുന്നവൻ അറിയത്തില്ലേ? അറിയാം. അപ്പൊ പിന്നെ അന്നേരം ആ സന്ദേശം എന്തുകൊണ്ട് അനന്യാസിനും സഫീറയ്ക്കും ലഭിച്ചില്ല? ലഭിക്കാത്തതല്ല, ലഭിച്ചാലും അറിയാൻ പറ്റാത്ത നിലയിൽ അവരുടെ അകത്തെ ദൈവത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ ബാൻ ചെയ്തു. കാര്യം എന്താ? കൺമുൻപിൽ കാണാൻ കഴിയുന്ന പണക്കെട്ടുകളെ കാണിച്ച് അവന്റെ അകത്ത് ഒഴുകിക്കൊണ്ടിരുന്ന ദൈവത്തിന്റെ കമ്മ്യൂണിക്കേഷൻ എനർജിയെ ബാൻ ചെയ്തു. മനസ്സിലായോ? കൺമുമ്പിൽ കാണുന്ന ഒരു സാധനത്തെ കണ്ട് കൺമോഹത്തിലൂടെ പിടിപ്പിച്ചിട്ട് ആത്മീയത്തെ ഒരു 3 പക്കം പുറകിലേക്ക് ഇട്ടപ്പോ താനെ അകത്തെ ആ ഒരു ഫ്ലോ അങ്ങ് കുറഞ്ഞു. ഇത് സാത്താന്റെ പല സ്കീമുകളിൽ ഒന്നാണ്. Come on, ഞാൻ നിങ്ങളെ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കൊണ്ടുപോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം. അതിന്റെ 1 മുതൽ താഴേക്ക് വായിക്കാൻ പോവാ. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഈ വാക്കിൽ നിന്ന് എനിക്ക് എടുക്കാതിരിക്കാൻ വയ്യ. ഈ കർത്താവിൻ്റെ തുടക്കം കൊടുക്കുമോ നിങ്ങൾ കണ്ടോ? എന്തുവാ അത്? ആദ്യം ഈ ആരംഭശൂരത്വം ഇല്ല കർത്താവിന്. ആദ്യം സ്നേഹിച്ചതുപോലെ അവസാനത്തോളവും സ്നേഹിച്ച കർത്താവ്. അത് ദൈവവേലയാണെങ്കിലും
ദൈവദാസന്മാരെ ആണെങ്കിലും ദൈവസഭയെ ആണെങ്കിലും നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളെ ആണെങ്കിലും നിങ്ങൾക്ക് നല്ല വാക്ക് നല്ല പാഠം പഠിപ്പിക്കുന്ന വ്യക്തികളെ ആണെങ്കിലും നിങ്ങളുടെ ഗുരുക്കന്മാരെ ആണെങ്കിലും നിങ്ങളുടെ സ്കൂൾ ടീച്ചേഴ്സിനെ ഞാൻ ഗുരുക്കന്മാരെന്ന് ഉദ്ദേശിച്ചു, ഗുരുക്കന്മാരെ ആണെങ്കിൽ നിങ്ങളെ എന്തൊരു കാര്യം പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരെ ആണെങ്കിലും അവർ നിങ്ങൾക്ക് നല്ല അംശമാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കൊരു നല്ല വഴികാട്ടിയാണെങ്കിൽ ആ വഴികാട്ടിയോടുള്ള സ്നേഹം ആദ്യത്തേതെന്നതുപോലെ അവസാനം വരെ വേണം. കാരണം നമ്മൾ അങ്ങനെ കാണിച്ചു തന്ന കർത്താവിൻ്റെ മക്കളാണ്. അത്താഴമായപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദാ ഇസ്കരിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. ഞാൻ നേരത്തെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഇതിനകത്ത് സാത്താൻ ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് അപ്പോസ്തല പ്രവൃത്തി സംസാരിക്കുന്നത്. ഇതല്ല, പ്രവൃത്തി എപ്പോൾ സംഭവിക്കണമെന്ന് സാത്താൻ പ്ലാൻ ചെയ്യുന്നൊരു ടൈമുണ്ട്. ആ ടൈമാണ് വിശുദ്ധ ബൈബിൾ ഇവിടെ വെളിപ്പെടുത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്താ അത്? അത്താഴമായപ്പോൾ തോന്നിച്ച ഒരു കാര്യമായത്. അത്താഴമായപ്പോൾ തോന്നിച്ചൊരു കാര്യമായത്. ഇനി ഒന്നുകൂടെ ഞാൻ കയറി പറയാം. അത്താഴമായപ്പോൾ തോന്നിക്കുന്നതിന് മുൻപേ പുള്ളിയെ സാത്താൻ കൺവിൻസ് ചെയ്തായിരുന്നു. ഒരു സന്ദർശനം ഉണ്ടായിരുന്നു. സാത്താൻ ഇസ്കരിയോത്ത യൂദായിക്ക് സാത്താൻ്റെ ഒരു സന്ദർശനം ഉണ്ടായിരുന്നു. പുള്ളി പോകാൻ പാടില്ലാത്ത ചിലയിടത്തും കൂടാൻ പാടില്ലാത്ത ചില വ്യക്തികളുമായിട്ടുള്ളൊരു ബന്ധം അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. എന്തിനാ? യേശുവിനെ കാണിച്ചു കൊടുക്കാൻ. അപ്പൊ തോന്നിച്ചിരുന്നു പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ ശീമോൻ പത്രോസിന്റെ അടുക്കൽ വന്ന് അവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. നിങ്ങൾ ഇനി വരേണ്ടത് അതിൻ്റെ 27-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം. കണ്ടം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടെ എൻ്റെ അടുത്ത് വന്നേ. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അത്താഴം ആയപ്പോൾ ഉടനെ യേശുവിനെ കാണിച്ചു കൊടുപ്പാൻ സാത്താൻ അവന്റെ ഹൃദയത്തിൽ തോന്നിച്ചിരുന്നു. അത്താഴമായപ്പോൾ ഉടനെ. അപ്പൊ അത്താഴ സമയത്ത് തോന്നിപ്പിച്ച കാര്യം കണ്ടം വാങ്ങിയ ഉടനെ ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഇനി ഞാൻ നിങ്ങളിലേക്ക് ഈ മെസ്സേജിന്റെ കറക്റ്റ് ദൂത് കൊണ്ട് ഞാൻ മുട്ടിക്കാൻ പോവുക. ഇവിടെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. കണ്ടം വാങ്ങി എന്ന് പറഞ്ഞു. ഒന്ന് കേറ്റി പറഞ്ഞേക്കാം. അവനെ അത് ആസ്വദിക്കുന്നതിനു മുൻപേ അവനെ അടിച്ചു മാറ്റി സാത്താൻ. ഇവിടെ അത്താഴം ഒരുക്കി വെച്ചേക്കുക. ഇന്ന് കർത്താവ് ഇവിടെ പലർക്കും അത്താഴം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആര് വന്നാലും ഭക്ഷിക്കത്തക്ക രീതിയിൽ നിറവായിട്ട് കർത്താവ് അത്താഴം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ അത്താഴത്തിൽ നിന്ന് എടുത്ത് കഴിക്കുന്നവരുമുണ്ട്. ഈ അത്താഴം നിന്നെ കഴിക്കാൻ അനുവദിക്കത്തില്ലടാ എന്ന് പറഞ്ഞ് സാത്താൻ വാദിക്കുന്നവരുമുണ്ട്. അത്താഴം മുന്നിൽ ഇരിക്കുന്നത് കാണുകയും അത്താഴത്തെക്കുറിച്ച് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ വേണ്ടാത്ത പല ചിന്തകൾ വീണ്ടും വീണ്ടും ഹൃദയത്തിനകത്ത് കൊണ്ട് സാത്താൻ തോന്നിപ്പിച്ചിട്ട് കണ്ടം കട്ട് ചെയ്ത് കയ്യിലേക്ക് തരുന്നതിന് മുൻപേ ആ തോന്നിച്ച ചിന്തയെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന അവസ്ഥയ്ക്കകത്ത് പെട്ടുപോകുന്നവരും ഇന്നത്തെ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. ഹല്ലേലൂയ. അത്താഴം ഇവിടെ ആക്കി വെച്ചിരിക്കുക. കർത്താവ് ശിഷ്യന്മാരെ എല്ലാം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. കണ്ടം വാങ്ങാനും കഴിക്കാനും വേണ്ടി ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി ഇരിക്കുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിലാ സാത്താൻ തൊട്ടവനും ഇരിക്കുന്നത്. മനസ്സിലായോ? ശുദ്ധിയുള്ളതും അശുദ്ധിയുള്ളതുമാകുന്ന പലതിനെയും ആ തുപ്പട്ടിക്കകത്ത് പത്രോസിന്റെ മുമ്പിൽ കർത്താവായ യേശു ഇറക്കി കാണിച്ചത്. എന്നിട്ട് കർത്താവിനോട് പത്രോസ് പറഞ്ഞു, ഞാൻ അശുദ്ധമായതിനൊന്നും ഞാൻ തൊടുകയല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് പറയല്ലേ. അപ്പൊ സാത്താനാൽ ബാധിക്കപ്പെട്ടവരും ഇന്ന് ഈ മീറ്റിങ്ങിനകത്തുണ്ട്. സാത്താൻ ബാധിക്കുമെന്ന് വെല്ലുവിളിക്കുന്നവനും
ഇന്നത്തെ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. സാത്താനിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരും ഇന്നത്തെ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. കർത്താവിനെ സാക്ഷീകരിക്കാൻ ദൈവം കണ്ടിരിക്കുന്നവനും ഇന്ന് ഈ മീറ്റിങ്ങിനകത്തുണ്ട്. കർത്താവിനെ സാക്ഷീകരിച്ചുകൊണ്ടിരിക്കുന്നവനും ഈ മീറ്റിങ്ങിനകത്തുണ്ട്. നിന്നെയും കൊണ്ട് കർത്താവിനെ സാക്ഷീകരിപ്പാൻ നീ ആ കണ്ടം വാങ്ങി ഭക്ഷിച്ച് ദൈവകൃപയിലും ശക്തിയിലും നിറഞ്ഞ് നിന്നെ ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ അനുവദിക്കത്തില്ലെന്ന് സാത്താൻ വാദിക്കുന്നവരും ഈ കൂട്ടത്തിനകത്തുണ്ട്. പക്ഷേ ദൈവം ശുദ്ധീകരിക്കുന്ന ചിലതിനെ ഇന്ന് സാത്താന് തൊടാൻ പറ്റത്തില്ല. ദൈവം വിടുവിച്ചെടുക്കുന്ന ചിലതിനെ ഇന്ന് സാത്താന് തൊടാൻ പറ്റത്തില്ല. എത്ര സാത്താൻ അവകാശം പറഞ്ഞിരിക്കുന്ന കുടുംബത്തിൽ നിന്നുള്ളവരാ നിങ്ങളെങ്കിലും, എത്ര ശാപം വീണിരിക്കുന്ന കുടുംബത്തിൽ നിന്നുള്ളവരാ നിങ്ങളെന്ന് നിങ്ങൾ പറയുന്നെങ്കിലും, ആര് വിധിച്ചു വെച്ചാലും ഇന്ന് തമ്പുരാൻ ഇന്ന് ചിലരെ അപ്പത്തിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കാൻ, ഈ ഒരുക്കി വെച്ചിരിക്കുന്ന അത്താഴത്തിനകത്തുനിന്ന് വിരുന്നുണ്ണാൻ സ്വർഗം ചിലരെ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. അവന്റെ വീടിനകത്തൊരു സന്തോഷം ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പകരാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. അപ്പൊ സാത്താൻ ഇസ്കരിയോത്ത യൂദായെ ഇപ്പൊ കണ്ടം വാങ്ങിയ സമയത്തല്ല സന്ദർശിച്ചത്, അത്താഴം ഒരുക്കുന്നതിന് മുന്നേ സന്ദർശിച്ചു. തോന്നിപ്പിച്ച തോന്നൽ എന്ന് വെച്ചാൽ യേശുവിനെ ഒറ്റണം എന്ന തോന്നൽ. എന്നിട്ട് എന്തിനാ 30 വെള്ളിക്കാശ് കിട്ടും. അപ്പൊ പണമായി ഇവിടുത്തെ വിഷയം. സകലരെയും സാത്താൻ വീഴ്ത്തുന്നത് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അല്പം ഒന്ന് പൊങ്ങിക്കഴിയുമ്പോൾ, നിൽക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് അല്പം ഒന്ന് പൊങ്ങിക്കഴിയുമ്പോൾ ആ ഒരു പെരുമയുണ്ടല്ലോ, ആ പെരുമ എത്തുമ്പം മെല്ലെ ഹൃദയത്തിനകത്ത് ഞോണ്ടാൻ തുടങ്ങും. ഞാൻ എന്തോ ആണെന്നുള്ളൊരു ഭാവം, അല്ല ഇപ്പം എൻ്റെ സ്റ്റാൻഡേർഡിനൊന്നും പോരാന്നുള്ളൊരു ചിന്ത, ബാക്കിയുള്ളവരൊക്കെ കുറഞ്ഞവരാന്നൊരു ചിന്ത, എനിക്ക് മാത്രമേ കൃപയുള്ളൂ എന്നുള്ളൊരു ചിന്ത, ബാക്കി എല്ലാവരും തീരെ പോരാത്തവരാ, അവരൊന്നും ഇതുവരെ വിടുവിക്കപ്പെട്ടിട്ടില്ലാത്തവരാന്നൊരു ചിന്തയൊക്കെ സാധാരണഗതിയിൽ തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് സാത്താൻ്റെ തോന്നിക്കില്ല എന്നും കൂടെ ഞാൻ പറഞ്ഞങ്ങ് നിർത്തുക. പ്രൈസ് ഗാഡ്. യേശുവിന് ഇസ്കരിയോത്ത യൂദ തന്നെ ഒറ്റു എന്നറിഞ്ഞാലും കർത്താവ് അവൻ അപ്പം കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? എടാ മോനെ, നീ ദൈവത്തെ സേവിക്കോ ഇല്ലയോ എന്നൊന്നും നോക്കിയിട്ടല്ല, ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ ദൈവം ഇപ്പോഴും നിന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ പണ്ട് എന്നോട് പറഞ്ഞു, എടാ ദീപുവേ, നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവോന്നോ? ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം പറയുന്നത്. ഞാൻ വീണ്ടും കർത്താവിലേക്ക് വരും, വീണ്ടും പിന്മാറും, കർത്താവിലേക്ക് വരും, വീണ്ടും മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം അല്ല കേട്ടോ, മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം അല്ല. കർത്താവിന് വേണ്ടി കർത്താവിലേക്ക് വരും, വീണ്ടും പിന്മാറും, വീണ്ടും വരും, വീണ്ടും പിന്മാറും. അന്നേരം ഞാൻ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യം, കാരണം ഞാൻ പ്രാർത്ഥിച്ച കർത്താവ് അന്നേരം മറുപടി തരും. അന്ന് ഞാൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നും ഞാൻ എന്നോട് പറയാറുണ്ട്, എടോ ഇയാൾ കർത്താവിനെ എത്ര കാലം സേവിക്കുമെന്ന്, എങ്ങനെ പ്രയോജനപ്പെടുമോ, ഇതൊന്നും ദൈവം നോക്കിയിട്ടോ സ്കാൻ ചെയ്തിട്ടോ ഒന്നും അല്ല നിന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. നിന്നെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഞാൻ മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് പറയണം, നിങ്ങളോട് പറയണം, നിന്നെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞെ, നിന്നെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്, താങ്കളെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കർത്താവ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇവൻ ഒറ്റും, യൂദ ഒറ്റു എന്നറിഞ്ഞിട്ടും യേശു വേണമെങ്കിൽ ആ അപ്പക്കണ്ടത്തെ മാറ്റി ബാക്കി ശിഷ്യന്മാർക്ക് വീതിച്ചു കൊടുക്കായിരുന്നു. കാരണം അവരാണല്ലോ പ്രയോജനപ്പെടുന്നത്. യൂദ കെട്ടിഞ്ഞാന്ന് ചാവാനുള്ളവനല്ലേ എന്ന് പറഞ്ഞ് കർത്താവിന് വേണമെങ്കിൽ കൊടുക്കാതിരിക്കുകയാണ്. പക്ഷെ കർത്താവ് അവനും കൊടുത്തു എന്നുള്ളത്, നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ എന്ത് ഫലം? നമ്മളെ സഹായിക്കുന്നവരെ സഹായിച്ചാൽ പിന്നെ അതിനകത്ത് എന്താ വ്യത്യാസമുള്ളത്? അതാ യേശു ഇവിടെ നമുക്ക് കാണിച്ചു തന്നൊരു മാതൃക. കർത്താവിന് അവനെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് കൊടുത്തു. എന്നിട്ട് കർത്താവ് നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് ചെയ്യുമോനെ എന്ന്, നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് ചെയ്യും. കർത്താവിന് അറിയും ഇവനത് ചെയ്യുമെന്ന്. കാരണം ഇവനെ ഒറ്റാനായിട്ട് പിശാചി കയ്യിലെടുത്തു കഴിഞ്ഞു. ഇന്ന് ഞാൻ ആത്മാവിലൊരു കാര്യം പറയാം, നിങ്ങളുടെ വിടുതലിനുള്ളത് ഇതിനകത്തുണ്ട്. പക്ഷേ നിങ്ങൾ എത്ര പേർ ആ അത്താഴത്തെ കാണുന്നു, നിങ്ങൾക്കൊരുക്കി വെച്ച അത്താഴമാണെന്ന് കാണുന്നു എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. സാത്താൻ ഇവിടെ മാമോനെ കണ്ടിട്ട്, അല്ലെങ്കിൽ തൻ്റെ ശത്രുസ്ഥാനത്തുള്ള യേശുവിനെ പിടിക്കാനുള്ളവരുടെ അനീതിയുടെ കൂലി കണ്ടിട്ട്, ആ സമ്പത്ത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് മഞ്ഞളിച്ച്, കർത്താവിൽ നിന്ന് കിട്ടുന്ന അപ്പക്കണ്ടത്തെക്കാളും അല്ലെങ്കിൽ കർത്താവ് നുറുക്കുന്ന അപ്പത്തെക്കാളും കർത്താവിനെ കൊല്ലാനിരിക്കുന്നവന്റെ കയ്യിലെ വെള്ളിക്കാശാണ് നല്ലത് എന്ന് ചിന്തിച്ചു പോയി. ഹല്ലേലൂയ, ചിന്തിച്ചു പോയി.
അപ്പൊ അത്താഴമായപ്പോൾ സാത്താൻ തോന്നിപ്പിച്ചത്, അത്താഴം നുറുക്കി അപ്പക്കണ്ടം വാങ്ങിയപ്പോൾ അത് കഴിക്കുന്നതിനു മുൻപേ പ്രവൃത്തി വെളിപ്പെട്ടു. അവൻ യേശുവിന്റെ 27-ാമത്തെ വാക്യം, കണ്ടം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഇത് ഇന്നതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് പന്തിയിലിരുന്നവരിൽ ആരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദായുടെ പക്കലാകയാൽ, ഇതൊന്ന് ശ്രദ്ധിക്കുക, പണസഞ്ചി യൂദായുടെ പക്കല. കർത്താവിനോട് ചോദിച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് വേണമെങ്കിൽ കൊടുക്കും, അതിൻ്റെ അകത്തുനിന്ന് എടുത്തോളാം പറയും. നീ ചെയ്തോ, നിനക്ക് എന്തുവാ വേണ്ടതെന്ന് വെച്ചാൽ നീ ചെയ്തോ എന്ന് പറയും. കർത്താവ് അങ്ങനാ പറയും. പക്ഷേ ഇവൻ അതിനകത്തുനിന്ന് മോഷ്ടിക്കുന്നതിനേക്കാൾ തെറ്റാണ് പണസഞ്ചി സൂക്ഷിപ്പുകാരനായവൻ കർത്താവിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയത്. മക്കളെ, നമ്മൾ തെറ്റ് ചെയ്യും, തെറ്റിനെ കുറ്റമുണ്ട്, ക്രിമിനൽ കുറ്റവും ഉണ്ട്. മനസ്സിലാവുന്ന നിങ്ങൾക്ക്? കുറ്റമുണ്ട്, അതിന് പണിഷ്മെന്റും ഉണ്ട്. പക്ഷെ ക്രിമിനൽ ഒഫൻസ് ഉണ്ട്. ഇതിവിടെ ക്രിമിനൽ ഒഫൻസാ ചെയ്തത്. നമ്മൾ ഈ ചെറിയ തെറ്റും വലിയ തെറ്റെന്ന് പറയുന്ന പോലെ, തെറ്റിന് പ്രത്യേകിച്ച് സൈസൊന്നും ഇല്ലെങ്കിലും ചെറിയ തെറ്റും വലിയ തെറ്റും നമ്മൾ പറയുന്ന പോലെ തെറ്റെല്ലാം തെറ്റാ. പക്ഷേ ഈ ചെയ്തേക്കുന്നത് മഹാപാപ. ആ ഒരു തോന്നിക്കൽ തന്നെ ഇപ്പൊ എവിടെ കൊണ്ട് നിർത്തിയെന്നും എന്ത് ചെയ്യിച്ചു എന്നും നമ്മൾ മനസ്സിലാക്കിയത് പോലെയാണ് അനന്യാസിന്റെ സഫീറയുടെയും കാര്യം വന്നപ്പോഴും അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചൊരു സമയമുണ്ട്. എന്താ അത് നിലമിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴല്ല, അത് നിലമിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴല്ല, നിലത്തിന് ആരെങ്കിലും വരണേന്ന് പറഞ്ഞ് ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോഴല്ല, നിലത്തിന് ആള് വന്ന് ടോക്കൺ അഡ്വാൻസ് കൊടുത്തപ്പോഴും അല്ല, പ്രമാണം നടക്കുന്ന ദിവസവും അല്ല, പ്രമാണം നടന്ന് കയ്യിൽ മുഴുവൻ കാശ് വന്ന ആ സമയം, മുഴുവൻ കാശ് വന്ന ആ സമയം നേർച്ച മറന്നു, വാക്കു മറന്നു, ഉടമ്പടി മറന്നു, ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാമെന്നുള്ള ചിന്ത മറന്നു, ദൈവസന്നിധിയിൽ എന്ത് 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 കള്ളത്തരം കാണിക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് അനന്യാസിനെയും സഫീറയെയും ആ ധനം കൊണ്ടുവന്നു. നമ്മുടെ ഒരു ബ്ലെസ്സിങ് അത് ദൈവം നമുക്ക് തരുമ്പോൾ നമ്മുടെ ഫോക്കസ് ദൈവത്തിൽ നിന്ന് മാറിപ്പോകരുത്. നമ്മുടെ ഒരു ജീവിതം പഴയ നിലയിൽ നിന്ന് പുതിയൊരു നിലയിലേക്ക് ദൈവം കെട്ടിപ്പടുക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് ദൈവത്തിൽ നിന്ന് മാറിപ്പോകരുത്. നമ്മുടെ ജീവിതത്തെ പഴയ അവസ്ഥയിൽ നിന്ന് പുതിയൊരു അവസ്ഥയിലേക്ക് ദൈവം ഉയർത്തുമ്പോൾ നമ്മുടെ ഉടമ്പടി ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകരുത്. നമ്മുടെ കണ്ണ് കർത്താവിൽ നിന്ന് മാറിപ്പോകരുത്. അത് മാനുഷികമല്ല, സാത്താനീയമാണ്. ഇവിടെ അതാ സാത്താൻ ചെയ്തേ. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ, പരിശുദ്ധാത്മാവിനോട് തെറ്റ് ചെയ്യാൻ, പരിശുദ്ധാത്മാവിനെ ചതിക്കാൻ പ്രേരിപ്പിച്ചു. ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോവുക. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ കൈവശമാക്കിയ ഹൃദയങ്ങൾ വിടുവിക്കപ്പെടും. സാത്താൻ കൈവശമാക്കിയ ഹൃദയങ്ങൾ വിടുവിക്കപ്പെടും. സാത്താൻ ബ്ലോക്ക് ചെയ്ത കാര്യങ്ങൾ ഇന്ന് അൺബ്ലോക്ക് ആവും. സാത്താൻ താങ്കളെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ക്രിമിനൽ പദ്ധതികളെയും ദൈവത്തിന്റെ ആത്മാവ് ബ്രേക്ക് ചെയ്യും. വിശ്വസിക്കുന്നവർ എന്നോടുകൂടെ ചേർന്ന് രാമേൻ പറഞ്ഞ്, സാത്താൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ ക്രിമിനൽ ഒഫൻസും എന്റെ ദൈവം, ക്രിമിനൽ പ്ലാനിങ്സും എന്റെ ദൈവം ഇന്ന് യേശുവിന്റെ നാമത്തിൽ റദ്ദ് ചെയ്ത് കളയും. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ റിലീസായി വരാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവർ, നിങ്ങളുടെ മക്കളെയും കൊണ്ട് ചെയ്യിക്കുമെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ മക്കളെ കൊണ്ട് ചെയ്യിക്കത്തില്ല എന്ന് പറയുന്നത്, ആമേൻ, അവർ ചെയ്താൽ അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് കണ്ട്, അവരത് ചെയ്താൽ അവർ ഉയരുമെന്ന് കണ്ട്, അവർ ചിലതിനൊക്കെ പ്രാപ്തരാകുമെന്ന് കണ്ട് അവരെയൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള സാത്താന്റെ പദ്ധതികളെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ബ്രേക്ക് ചെയ്ത് അടുത്തൊരു ലെവലിലേക്ക് അവരെ ദൈവം മാനിക്കാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. കമോൺ, എല്ലാ ദൈവമക്കളും കണ്ണുകൾ അടച്ച് നിന്റെ അർഹതകളെ ബ്ലോക്ക് ചെയ്യുന്നത്, നിന്നെ ചില കാര്യങ്ങൾക്ക് അർഹനാക്കത്തില്ലെന്ന്, നിങ്ങളെ ചില കാര്യങ്ങളിലേക്ക് നടത്തത്തില്ലെന്ന്, പ്രാർത്ഥനയുടെ മറുപടികൾ നിങ്ങളിലേക്ക് കൊണ്ടുവരത്തില്ലെന്ന്, നിങ്ങളെ ആരോഗ്യത്തോടെ ഇരിക്കാൻ അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന സാത്താന്റെ പദ്ധതികൾ, സാത്താൻ കൈവശമാക്കിയ ഹൃദയങ്ങൾ ഇന്ന് ദൈവാത്മാവ്
ഇന്ന് പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യാൻ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ദൈവശക്തി ഇറങ്ങി കൈവശപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ സേവ് ചെയ്യാൻ പോവുക. ഓ ഹോളി നെയിം ഓഫ് ജീസസ്. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി ചില കുടുംബങ്ങളെ വിടുവിക്കാൻ പോവുക. സാത്താന്റെ തോന്നിക്കലുകൾ, ഞാൻ ആത്മാവിൽ ഒരു കാര്യം, ഞാൻ എൻ്റെ സ്പിരിറ്റിൽ ഞാനത് സെൻസ് ചെയ്യുകയാണ്. എൻ്റെ കൂടെ ഒരാളുണ്ട്, എൻ്റെ കൂടെ എന്തോ ഒരു നിഴല് നിൽക്കുന്നു എന്ന്, ഒരു കറുത്ത രൂപം നിൽക്കുന്നു എന്ന്, എന്തോ ഒന്ന് എന്നെ ഭയപ്പെടുത്തുന്നു എന്ന്, എന്തോ ഒന്ന് എന്നെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ തോന്നിക്കുന്ന ചില തോന്നലിലൂടെയുള്ള നിഴൽ യുദ്ധങ്ങൾ, സാത്താൻ കുടുംബത്തിൽ ചെയ്യുന്ന നിഴൽ യുദ്ധങ്ങൾ, ഈ സെക്കൻഡിൽ ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തിയിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നു. ഓ come on. ഒരു വലിയ ഡെലിവറൻസ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. ഒരു ഭയങ്കര ഡെലിവറൻസ് നടന്നുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ആ വിടുതൽ ഞാൻ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യുകയാണ്. സാത്താൻ ഹൃദയത്തിൽ തോന്നിക്കുന്ന മരണചിന്തകൾ, സാത്താൻ ഹൃദയത്തിൽ തോന്നിക്കുന്ന വ്യാജ ചിന്തകൾ, സാത്താൻ ഹൃദയത്തിൽ തോന്നിക്കുന്ന ദുർചിന്തകൾ, സാത്താൻ ഹൃദയത്തിൽ തോന്നിക്കുന്ന സൂയിസൈഡ് ടെംപ്റ്റേഷൻസ് യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ. എല്ലാ മരണഭയങ്ങളും ഇതിനകത്തുനിന്ന് മാറുന്നു. എല്ലാ തിന്മയുടെ ചിന്തകളും ഇതിനകത്തുനിന്ന് ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ പാനിക് അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ, യേശുവിന്റെ നാമത്തിൽ ഹൃദയത്തിന്റെ നേരെയുള്ള സാത്താനിക യുദ്ധങ്ങൾ ഈ സെക്കൻഡിൽ ഞാൻ ക്യാൻസൽ ചെയ്യും. ഓ ഗ്ലോറി. പ്രാർത്ഥിക്കുക. ഒരു ഭയങ്കര വിടുതലിന്റെ കരം കുടുംബങ്ങളെ സേവ് ചെയ്യുന്നു. കുടുംബങ്ങളെ സേവ് ചെയ്തുകൊണ്ടിരിക്കുക യേശുവിന്റെ നാമത്തിൽ. നിങ്ങളുടെ ഹസ്ബൻഡ് അത്ര പോരെന്ന്, വൈഫ് അത്ര പോരെന്ന്, അവരുടെ പ്രവൃത്തി അത്ര പോരെന്ന്, ബുദ്ധി അത്ര പോരെന്ന്, അവരുടെ സമ്പാദ്യം പോരെന്നുള്ള തോന്നലുകൾ, എന്റെ ജീവിതം അത്ര പോരെന്ന്, ഞാൻ അത്ര പോരെന്ന്, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തന്നെ ഒരു നല്ല മതിപ്പില്ലാത്ത അവസ്ഥ ഉളവാക്കി നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളെ വെറുപ്പിക്കുന്ന സാത്താനിക ചിന്തകൾ ഈ സെക്കൻഡിൽ ദൈവാത്മാവ് ക്യാൻസൽ ചെയ്യും. ഓ വലിയ വിടുതലുകൾ സംഭവിക്കുന്നു. നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് സാത്താനാണെന്ന് ദൈവാത്മാവ് ഇന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദിവസമാണ്. ദൈവിക ചിന്ത എന്ത്, സാത്താനീയ ചിന്ത എന്ത്, ദൈവിക ഉദ്യമം എന്ത്, സാത്താൻ നിന്നെ ഉദ്യമിപ്പിക്കുന്നത് എന്തെന്ന് തിരിച്ചറിയുന്ന ഒരു ഹെവൻലി വിസ്ഡം ഇതിനകത്ത് കർത്താവിന്റെ ആത്മാവ് ചെയ്യുന്നു. Come on, പല കുടുംബങ്ങളെയും ഈ സെക്കൻഡിൽ യേശു തൊടുന്നു. നീ ശുദ്ധമോ അശുദ്ധമോ എന്ന് മനുഷ്യർ വിലയിടുമ്പോൾ ദൈവം നിന്നെ ശുദ്ധന്മാരുടെ കൂട്ടത്തിലേക്ക് ചേർക്കാൻ, ഓ ഇന്ന് കർത്താവിന്റെ കൂട്ടത്തിലേക്ക് ചേർക്കാൻ ദൈവം ചിലരെ സെലക്ട് ചെയ്യുകയാണ്. ആ സെലക്ഷൻ നിന്റെ മേൽ വീഴുന്നു. പലരും നിന്നെ ജീവിതത്തിൽ നിന്ന് ഡിസ്മിസ് ചെയ്തപ്പോ, പലരും നിങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയപ്പോ യേശു നിന്നെ സെലക്ട് ചെയ്യുന്നു. Come on, take the power. Rufata setari makasia. Oh Ramanasia, heavenly appointment ഇതിനകത്ത് സംഭവിക്കുകയാണ്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു ഒരു heavenly appointment. ശലമകാസിയ, നീ വീണു പോയെടുത്ത് നിന്ന് ദൈവം നിന്നെ വീണ്ടും അപ്പോയിന്റ് ചെയ്യുകയാണ്. നീ വീണു പോയെടുത്ത് നിന്ന് ദൈവം നിന്നെ പണിയുകയാണ്. ഇടിഞ്ഞു പോയെടുത്ത് നിന്ന് പരിശുദ്ധാത്മാവ് പണിയുകയാണ്. Come on, take the mighty anointing. Rashatalabakasanta Rufanakasikatalo. In the name of Jesus, in the name of Jesus, in the name of Jesus, power in the name of Jesus. Horima Shantalaba.
നിനക്ക് ചോർന്നു പോയ നിന്റെ ശക്തിയെ ദൈവം റീഫിൽ ചെയ്ത് തരും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ പരിശുദ്ധാത്മാവ് മടക്കി തരും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ, കഴിവുകളെ ദൈവം റിസ്റ്റോർ ചെയ്ത് തരും. ഒരു ഹെവൻലി റിസ്റ്റോറേഷൻ. ഓ റമാസിയാന്തനാ ദശനവോ ലിഖസേലിയാം സനാതുനോ ശനേരം സദേ ലിഹോ. Come on, come on, come on. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കുന്നു. പലരെയും ആ ഒരു റിസ്റ്റോറേഷൻ ലെവലിലേക്ക്, പലരെയും ആ ഒരു ഫുൾഫിൽമെന്റിലേക്ക് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. വീക്കായി പോയവരെല്ലാം ദൈവം സ്ട്രെങ്തൻ ചെയ്യുന്നു. തകർന്നു പോയതെല്ലാം ദൈവം പണിയുന്നു. എല്ലാ കേടുവന്ന ഭാഗത്തെയും കർത്താവ് ചികിത്സിക്കുന്നു. കേടുവന്ന ബന്ധങ്ങൾ പരിശുദ്ധാത്മാവ് ചികിത്സിക്കുന്നു. Receive the power, receive the power, receive the power. നിന്നെ കൊണ്ടത് പറ്റുമോന്ന്, ഇനി ഞാൻ വീണുപോകുമോന്ന്, ഇനി ഞാൻ പരാജയപ്പെടുമോന്ന്, ഇതൊരു ദൈവ ശബ്ദമാണോ എന്നൊക്കെ കൺഫ്യൂഷൻ ലെവലിൽ ഇരിക്കുന്ന നിങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, receive the power. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എന്റെ ശക്തി കൂടാതെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ഒരു പ്രോഫസി പോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. So receive the power now. Russian Tenarabov. Receive the Holy Spirit. Thank you, Lord. 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 പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ച പരിശുദ്ധാത്മാവേ, വലിയ അഭിഷേകം ഞങ്ങളുടെ മേൽ പകർന്ന ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മേൽ അതിയായി വസിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കേട്ട ഈ സന്ദേശം പോലെ സാത്താൻ കൈവശമാക്കാത്തൊരു ഹൃദയം ഞങ്ങൾക്ക് തന്ന നല്ലിടയനോട് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, അനുസരണമുള്ള മക്കളായി ദൈവകൃപയിൽ നിൽക്കുവാൻ ഞങ്ങളെ ഇനിയും അവിടുന്ന് ബലപ്പെടുത്തണമേ. ഈ വചനം കേട്ട സകല ജനത്തെയും ഞാൻ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. കർത്താവേ, ഇവർ ഒരു അനുഗ്രഹമായി മാറട്ടെ. ഇവർ സാത്താനെ ജയിക്കുന്നവരായി മാറട്ടെ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തവരായി മാറട്ടെ. ഞങ്ങളെ ഒരുമിച്ച് അപ്രകാരമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്കാം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഞങ്ങളുടെ മീറ്റിംഗ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആണെങ്കിൽ ഈ മീറ്റിങ്ങിനൊരു ലൈക്ക് കൊടുത്തതിന് ശേഷം മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഈ സന്ദേശം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും മുടക്കങ്ങളില്ലാതെ നടക്കുന്ന ഈ ഞങ്ങളുടെ മീറ്റിങ്ങിൽ നിങ്ങൾ എല്ലാ ദിവസവും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളുടെ മീറ്റിങ്ങിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ പേരും സ്ഥലവും സഹിതം നിങ്ങൾ ലിങ്ക് ആവശ്യമുണ്ട് എന്ന് ടൈപ്പ് ചെയ്തിടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് അയച്ചു കിട്ടും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ ടെസ്റ്റിമണിയും ഒക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ അറിയിക്കാം. കർത്താവ് വളരെ വലിയൊരു ഉയർച്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഈ മിനിസ്ട്രിയെയും ഞങ്ങളെയും കൂടെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. കർത്താവ് നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം നൽകി മാനിക്കും. അടുത്ത ദിവസം നമുക്ക് കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ്.